ജാഫർ അഹമ്മദ്, അദ്ദേഹം കുറച്ച് തിരക്കുകളാണ് എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിനു ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഭിന്നശേഷി കമ്മീഷണറായിട്ടുള്ള നമ്മുടെ PT ബാബുരാജ് സാറ് ഇന്നലെ രാത്രിയാണ് വിളിച്ചിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലമുണ്ട്, സംസാരിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ടാവും. എത്താൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, ഒന്നും സംസാരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ അസീം വെളിമണ്ണ എന്ന് പറയുന്ന അസീം വെളിമണ്ണനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അസീം വെളിമണ്ണ. ഒരു ഭിന്നശേഷിക്കാരാണ്. അദ്ദേഹത്തിൻ്റെ കുറവുകളെയെല്ലാം വളരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അസീം വെളിമണ്ണ. അദ്ദേഹവും ഓൺ ദി വേയിലാണ്. ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ചേരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ അസീമിൻ്റെ 19 വയസ്സ് തുടക്കം കുറിച്ചില്ലേ, 19ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഫലവൃക്ഷ തൈയാണ്. അത് നമ്മുടെ മലയാളികൾക്ക് സുപരിചിതമല്ല. കാരണം കൊടുക്കുമ്പോൾ ഒരു വേറിട്ട സംഭവം തന്നെ ആയിക്കോട്ടെ എന്ന നിലക്ക് ഒരു മിറാക്കിൾ ട്രീ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഒരു ഫലവൃക്ഷ തൈ തന്നെ ആയിക്കോട്ടെ എന്നുള്ളവർക്കാണ് അത് വാങ്ങിയത്. ആദ്യത്തെ ഒരു തൈ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഇവരുടെ പെർമിഷൻ കിട്ടിയാൽ നമ്മളത് ഇവിടെ തന്നെ ഒരു ഗാർഡൻ തന്നെ ഞങ്ങൾ അസീമിൻ്റെ ഫൗണ്ടേഷനും മീഡിയ ഡെയിലിയും കൂടി സംയുക്തമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് അതൊരു വലിയ പദ്ധതിയായിട്ട് വിജയിപ്പിക്കണം. ഞാൻ അദ്ദേഹത്തിന് 2 വാക്ക് പറഞ്ഞുകൊണ്ട് നൽകുന്നതിനായിട്ട് ക്ഷണിക്കും. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. അബീബക്ക ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു വലിയൊരു പരിപാടിയുണ്ട്, വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഡേറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫെബ്രുവരി 1 അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് തന്നെയാണ് ആസിഫിൻ്റെ ജന്മദിനം. അപ്പോൾ അന്ന് അവർ പ്ലാൻ ഇട്ടതാണ് ഇങ്ങനെ ആസിഫിൻ്റെ ജന്മദിനത്തിൽ 19 തൈകൾ നട്ടുപിടിപ്പിക്കണമെന്നുള്ളത്. അത് വലിയൊരു മഹത്തായൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിന് ഒരു ഭാഗമാക്കാൻ ആസിഫിന് കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മീഡിയ ഡെയിലിക്ക് ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു ചെയ്യുന്നു. Thank you very much. Thank you everyone, and thank you so much for your kind support. പുരസ്കാര ദാന ചടങ്ങാണ് വേദിയിൽ അരങ്ങേറുന്നത്. ക്ഷണിക്കുന്നു ശ്രീ പ്രവീൺ. പുരസ്കാരം നൽകുന്നു ശ്രീ മുഹമ്മദ് ഹബീബ്. ജോഷിത പ്രജീഷ്. പുരസ്കാരം നൽകുന്നു ശ്രീ മുഹമ്മദ് ഹബീബ്. മസൂദ് അനന്തു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഷബാന. ഷബാനയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുഷ. അടുത്തതായി അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അനുഷ. അവാർഡ് നൽകുന്നു ശ്രീ മുഹമ്മദ് ഹബീബ് സർ. ബബീഷ്. അടുത്തതായി ക്ഷണിക്കുന്നു ശ്രീ അജയ് ഘോഷ്.
ഷാജി. ഷിജു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഷിജു പുരസ്കാരം നൽകുന്നു ശ്രീ മുഹമ്മദ് ഹബീബ്. ക്ഷണിക്കുന്നു അബ്ദുൽ സലാം. അബ്ദുൽ സലാം. പുരസ്കാരം നൽകുന്നു ശ്രീ മുഹമ്മദ് ഹബീബ്. താങ്ക് യു എവ്രിവൺ. താങ്ക് യു സോ മച്ച്. വീണ്ടും നമ്മൾ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. വേദിയിൽ ഒരു പാട്ട് പാടാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് അൻസിയ. അപ്പൊ അൻസിയയുടെ ഒരു പാട്ടിലേക്ക് നമുക്ക് കടക്കാം.